KSRTCയിൽ 1-ാം തീയതി തന്നെ ശമ്പളം നൽകാൻ സർക്കാർ എടുത്തത് ഹൈറിസ്ക് എന്ന് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ 24നോട്. ചിലവ് ചുരുക്കലിന്റെ ഭാഗമായി KSRTCയിൽ സെക്യൂരിറ്റി ജീവനക്കാരുടെ എണ്ണം കുറച്ച് CCTV നിരീക്ഷണം ശക്തമാക്കും. ഡിപ്പോകളിലെ റിസർവേഷൻ കൗണ്ടറുകൾ പൂർണ്ണമായും ഒഴിവാക്കുമെന്നും അന്വേഷണങ്ങൾക്ക് ചലോ ആപ്പ് ഉപയോഗിക്കാമെന്നും മന്ത്രി പറഞ്ഞു. സുജിത് സുരേന്ദ്രൻ ഞങ്ങളുടെ പ്രതിനിധി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ജീവനക്കാർക്ക് 5 വർഷത്തിന് ശേഷം കൃത്യമായി 1-ാം തീയതി ശമ്പളം അക്കൗണ്ടിൽ എത്തിയിരിക്കുകയാണ്. ഇത് മന്ത്രി KB ഗണേഷ് കുമാർ പറഞ്ഞ വാക്ക് കൃത്യമായി പാലിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. 1-ാം തീയതി അവധി ആയതുകൊണ്ട് കിട്ടില്ല എന്നൊക്കെ മുൻകൂട്ടി പ്രവചനങ്ങളൊക്കെ പലരും നടത്തിയിരുന്നു. പക്ഷെ അവധിയായിട്ട് പോലും ബാങ്കുമായി സംസാരിച്ച് കൃത്യമായി നമുക്ക് അവരുടെ ശമ്പളം കൊടുക്കാൻ കഴിഞ്ഞു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ ഒരു സ്വപ്നമായിരുന്നു. അദ്ദേഹം മന്ത്രിയായി വന്നപ്പോഴേ എനിക്ക് നൽകിയൊരു നിർദ്ദേശം ഞാൻ എപ്പോഴും പറയാറുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു വലിയ പിന്തുണ അതിൽ ലഭിച്ചു. ഒരു കാര്യം ജീവനക്കാരും നാട്ടുകാരും മനസ്സിലാക്കണം. 100 കോടി രൂപ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്ന് ഏതാണ്ട് 9% മേൽ പലിശയ്ക്ക് എടുത്തിട്ടാണ് ജീവനക്കാർ ശമ്പളം കൊടുക്കുന്നത്. അതുകൊണ്ട് ജീവനക്കാർ ദയവീത് കൃത്യമായി ജോലി ചെയ്യുക. കൃത്യമായി ജോലിക്ക് വരിക. പരമാവധി ജീവനക്കാർ ഡ്രൈവർമാരും കണ്ടക്ടർമാരും ലൈനിൽ പോവുക. നമ്മൾ കസേരയിരുന്ന് സൂഹിക്കാൻ പറ്റിയൊരു സമയമല്ല KSRTC സംബന്ധിച്ച് ഒരു ജീവനക്കാർക്കും. ആരോഗ്യപരമായ പ്രശ്നമുള്ള എല്ലാവർക്കും സൗകര്യപ്രദമായ നിലയിൽ ഡ്യൂട്ടികൾ വിന്യസിച്ചു കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. രാഷ്ട്രീയപരമായി നമ്മുടെ പാർട്ടിക്കാരൻ സൂചിച്ചോട്ടെ എന്ന് വിചാരിക്കുന്നത് ശരിയല്ല. എന്റെ പാർട്ടിക്കാരനാണെന്ന് പറഞ്ഞ ഒരാൾ റിസർവേഷനിൽ കയറിയിരിക്കാൻ കണ്ടക്ടർ ആരോഗ്യമായ ഒരു കണ്ടക്ടർ